സ്കൂട്ടർ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂസിനും സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് 2024 വർഷത്തിൽ കേരളത്തിൽ ലഭിക്കുന്ന ഏറ്റവും അധികം മൈലേജ് കിട്ടുന്ന ബൈക്കുകളെ കുറിച്ചാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും മറക്കാതെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക, ഇപ്പോൾ തന്നെ പ്രസ് ചെയ്തേക്കുക. അപ്പോൾ വേറെ ലാഗൊന്നുമില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ 1 ലക്ഷം രൂപയിൽ താഴെയിൽ കിട്ടുന്ന മൈലേജ് ബൈക്കുകളിൽ ആദ്യം നമ്മൾ ഹീറോ സ്പ്ലെൻഡർ ആണ്. സ്പ്ലെൻഡർ പ്ലസിൻ്റെ 2024 ഏറ്റവും പുതിയ മോഡലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് സ്പ്ലെൻഡർ പ്ലസിൻ്റെ ഫുൾ ബ്ലാക്ക് വരുന്ന, ഫുൾ ഗ്ലോസി ബ്ലാക്ക് വരുന്ന മോഡൽ. ഇതിൻ്റെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും. 75 ml മൈലേജ് കിട്ടുന്നതാണ്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ്സ് വരുന്നതെല്ലാം ഹാലജൻ ഹെഡ്ലൈറ്റ്സ് ആണ്. ക്ലാസിക് ആയിട്ടുള്ള സ്പ്ലെൻഡറിൻ്റെ സ്ക്വയർ ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സാണ് ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. യെല്ലോ കളർ ബൾബാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ബാക്കി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ടയേഴ്സ് വരുന്നത് 18 ഇഞ്ചാണ് വരുന്നത്. ഫ്രണ്ട് ട്യൂബ്ലെസ് ടയേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹൈഡ്രോളിക് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം സ്റ്റേബിളായിരിക്കും വണ്ടി. പെട്ടെന്ന് എന്താ പറയുക, കല്ലും കട്ടിലും അതുപോലെ കുഴിയിലൊക്കെ ചാടിയാൽ തന്നെ പെട്ടെന്ന് മറിയൊന്നുമില്ല. ഗ്ലോസി ബ്ലാക്ക് കളറുള്ള മഡ് ഗാർഡൻ വരുന്നത്. അതിന് സൈഡ് റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. 5 സ്പോക്ക് വരുന്ന മാറ്റ് ഗ്രേ കളറിലുള്ള അടിപൊളി അലോയ് വീൽസ് നമുക്ക് ബൈക്കിന് കമ്പനി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 130 mm ഡയമീറ്ററുള്ള ഡ്രം ബ്രേക്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മീറ്റർ വളരെ സിമ്പിളാണ്, അനലോഗ് മീറ്ററാണ് വരുന്നത്. അതിൽ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ, I3Sൻ്റെ നോട്ടിഫിക്കേഷൻ, പിന്നെ അത് കൂടാതെ ന്യൂട്രൽ ലൈറ്റ്, എൻജിൻ മാൽ ഫംഗ്ഷൻ, ഡിം ബ്രൈറ്റ്, ഫ്യൂൽ ഗേജ്, ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ കാണിക്കുന്നത്. ക്ലാസിക് ആയിട്ടുള്ള സ്പ്ലെൻഡറിൻ്റെ കീ തന്നെയാണ് എപ്പോഴും യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ടൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടത്തെ സൈഡിൽ ഡിം ബ്രൈറ്റ്, ഇൻഡിക്കേറ്റർ. I3S ടെക്നോളജി ഉള്ളതുകൊണ്ട് വണ്ടി ഐഡിയലായിട്ട് നിൽക്കുമ്പോൾ വണ്ടി തനിയെ ഓഫായി പോകും. പിന്നെ നമ്മൾ ക്ലച്ച് പിടിച്ച് ആക്സലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരികെ സ്റ്റാർട്ടായിട്ട് വരും. അതുകൊണ്ട് എമിഷനും കുറവായിരിക്കും, നല്ലപോലെ മൈലേജും നമ്മുടെ ബൈക്കിന് കിട്ടുന്നതാണ്. ഇത് ഹീറോൻ്റെ പേറ്റന്റ് ടെക്നോളജിയാണ്. പിന്നെ വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് 780 mm ആണ്. പെട്രോൾ ടാങ്ക് കപ്പാസിറ്റി 9.8 ലിറ്ററാണ് വരുന്നത്. ക്ലാസിക് ആയിട്ടുള്ള ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരു അടിപൊളി റിയർ ക്യാരിയറും ഹീറോ സ്പ്ലെൻഡർ പ്ലസിന് ഇപ്പോഴും വരുന്നുണ്ട്. സീറ്റിന് നമുക്ക് 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാവുന്ന നല്ല നീളമുള്ള സീറ്റാണ് വരുന്നത്. എൻജിൻ കപ്പാസിറ്റി 97 cc ആണ്. 8.2 bhp പവറും 8 Nm ടോർക്ക് വരുന്നുണ്ട്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സപ്പോർട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ 2 ലിറ്റർ ഫ്യൂൽ എപ്പോഴും വണ്ടിയിൽ കീപ്പ് ചെയ്യണം. ഒരു 75 to 80 റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. ബൈക്കിന് കിക്ക് സ്റ്റാർട്ടും സെൽഫ് സ്റ്റാർട്ടും അവൈലബിൾ ആണ്. ഏറ്റവും ടോപ്പ് സ്പീഡ് വരെ 93 km/h ആണ്. ഇത് OBD2 ഓക്സിജൻ സെൻസറുള്ള ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എൻജിൻ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സൈഡ് സ്റ്റാൻഡ് എൻജിൻ കട്ട് ഓഫ് ഫീച്ചർ ബൈക്കിന് വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് തട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മുടെ മീറ്റർ കൺസോളിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ കമ്പനി ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഫുഡ് റെസ്റ്റ് സിംഗിൾ ഡയറക്ഷനിൽ ഫോൾഡ് ചെയ്യാവുന്ന റബ്ബർ മൗണ്ടഡ് ആയിട്ടുള്ള ഫുഡ് റെസ്റ്റാണ് വരുന്നത്. ക്രോം പ്ലേറ്റഡ് ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്. പിന്നെ ചെയിൻ കവർ വരുന്നത് മെറ്റലാണ്. ഫൈബറൊക്കെ മാറ്റി ഫുൾ മെറ്റലാണ് വരുന്നത്. വീൽ ബേസ് 1236 mm ആണ്. ആകെ വെയിറ്റ് 112 kg വണ്ടിക്ക് വരുന്നുള്ളൂ. ബാക്ക് സൈഡ് ഫുഡ് റെസ്റ്റും ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ക്യാരിയർ ഇൻബിൽറ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ കൂടാതെ സ്പ്ലെൻഡറിൻ്റെ ബാഡ്ജിങ്, അതുപോലെ I3Sൻ്റെ ബാഡ്ജിങ് എല്ലാം സിൽവർ കളറിലാണ് കൊടുത്തേക്കുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ബാഡ്ജിങ് എല്ലാം, സ്റ്റിക്കേഴ്സ് എല്ലാം സിൽവർ കളറും, പെയിൻറ്റ് ഗ്ലോസി ബ്ലാക്ക് കളറിലാണ് വരുന്നത്. ബാക്ക് ടെയിൽ ലാമ്പ് സ്ക്വയർ ടൈപ്പിലുള്ള ടെയിൽ ലാമ്പ് തന്നെ യൂസ് ചെയ്യുന്നത്. ക്ലിയറൻസ് 165 mm ആണ്. അതുകൊണ്ട് നമ്മുടെ ഈ കേരളത്തിലെ റോഡിലൊന്നും പെട്ടെന്നൊന്നും അടിയിടിക്കില്ല. പിന്നെ സൈലൻസറിൻ്റെ ഷീൽഡിനും ഒരു അടിപൊളി ക്രോമിൻ്റെ ഫുൾ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ടയർ വരുന്നത് 18 ഇഞ്ച് തന്നെയാണ്. ട്യൂബ്ലെസ് ടയർ തന്നെയാണ് വരുന്നത്. ബാക്ക് സൈഡ് സസ്പെൻഷൻ വരുന്നത് ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അത് ഡ്യുവൽ സ്പ്രിങ്ങിൻ്റെയാണ്. നമുക്കത് 5 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഹാർഡ്നെസ് നമ്മൾ യാത്ര ചെയ്യുന്ന റോഡ് അനുസരിച്ച് അഡ്ജസ്റ്റ് കൊടുക്കാവുന്നതാണ്. ബാക്ക് സൈഡ് 130 mm ഡ്രം ബ്രേക്കാണ്. കോമ്പി ബ്രേക്ക് സപ്പോർട്ട് ഉണ്ട്. ടയർ 80/100 ട്യൂബ്ലെസ് ടയറാണ്. C8ൻ്റെ അല്ലെങ്കിൽ MRFൻ്റെ ടയറായിരിക്കും നമുക്ക് വണ്ടി എടുക്കുമ്പോൾ കിട്ടുന്നത്. ഇതിൻ്റെ സർവീസ് എല്ലാ മേജർ സിറ്റീസിലും ഹീറോൻ്റെ സർവീസ് സെൻ്റർ അവൈലബിൾ ആണ്. ഓൺ റോഡ് കോസ്റ്റ് ഏകദേശം ഒരു 90-95 ഇടയിലാണ് വരുന്നത്. എക്സ്ടെക്, അതുപോലെ തന്നെ സ്പ്ലെൻഡർ പ്ലസ്, I3S അങ്ങനെ 4-5 വേരിയൻറ്റ് വരുന്നുണ്ട്. നമ്മൾ ഫിനാൻസൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10,000 രൂപയൊക്കെ അടച്ചാൽ തന്നെ വണ്ടി ഓൺ റോഡ് ഇറക്കാവുന്നതാണ്. ബാക്കി ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അടുത്തുള്ള ഹീറോൻ്റെ ഷോറൂമിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വണ്ടി പറയുന്ന ഹീറോൻ്റെ മറ്റൊരു ഏറ്റവും ലെജൻഡായിട്ടുള്ള പാഷൻ പ്ലസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ്. ഈ പാഷൻ പ്ലസ് ഇത്രയും ഫേമസ് ആവാൻ കാരണം അതിൻ്റെ ഈ ഡിസൈനും സ്റ്റിക്കർ വർക്കും കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ആ ടാങ്കിൻ്റെ ഷേപ്പ്, അതുപോലെ സീറ്റ്, സ്റ്റിക്കർ വർക്ക്, അതുപോലെ തന്നെ ബോഡി ഗ്രാഫിക്സ് എല്ലാം നമുക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രാഫിക്സാണ്. ഇപ്പം ഞാനൊരു റെഡും ബ്ലാക്കും ഡിസൈനുള്ള ബൈക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഗ്രാഫിക്സ് ഉണ്ട്. അത് ടെയിൽ പീസ് തൊട്ട് ഫ്രണ്ട് ടാങ്ക് വരെയും ആ ഒരേ ഫ്ലോയിൽ അങ്ങ് ഒഴുകി പോകുന്ന ടൈപ്പുള്ള ഗ്രാഫിക്സാണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്.
ഈ സിമ്പിൾ ബോഡി ഗ്രാഫിക്സ് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് അതായത് ഒരു ക്രോമിൻ്റെ അഡീഷണൽ ഗാർണിഷ് കൂടെ കൊടുത്തിട്ടുണ്ട്. സൈലൻസറിൻ്റെ പ്ലേറ്റിനായാലും അതുപോലെ തന്നെ സ്റ്റോറേജ് ബോക്സിൻ്റെ പ്ലേറ്റിനെല്ലാം അതുപോലെ ഹീറോൻ്റെ ബാഡ്ജിങ്ങെല്ലാം തന്നെ ക്രോമിൻ്റെ ഒരു ഗാർണിഷ് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി ലക്ഷറി ആയിട്ട് കുറച്ച് റിച്ച് ഫീൽ കിട്ടാനായിട്ട് നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വളരെ ഈ സെഗ്മെൻറ്റിൽ തന്നെ ഹൈറ്റ് കുറവുള്ള ബൈക്കാണ്. അത്യാവശ്യം നമുക്ക് പെട്ടെന്ന് കാല് താഴെ എത്തുന്നതാണ്. അതുകൊണ്ട് ബാലൻസ് ചെയ്യാനും എളുപ്പമാണ്. കൂടാതെ പൊക്കം കുറവുള്ള ചേട്ടന്മാർക്കൊക്കെ വണ്ടി ഓടിച്ച് നടക്കാനായിട്ട് വളരെ എളുപ്പമാണ്. 5 വർഷമാണ് ഹീറോൻ്റെ എല്ലാ വണ്ടികൾക്കും, അതിപ്പോൾ പാഷൻ പ്ലസ് ആയാലും സ്പ്ലെൻഡർ ആയാലും വാറണ്ടി കമ്പനി നൽകുന്നത്, മറ്റൊരു കമ്പനിയും തരുന്നില്ല. പിന്നെ ഇതിന് പാഷൻ പ്ലസിനും അതുപോലെ തന്നെ സ്പ്ലെൻഡറിനും മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള USB കുത്താനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. സെൻസർ ബേസ് ആയിട്ടുള്ള ഫ്യൂൽ ഇഞ്ചക്ഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് കളറാണ് മഡ് ഗാർഡ് വരുന്നത്. ഫ്രണ്ടും ബാക്കും അലോയ് വീൽസ് 18 ഇഞ്ചാണ് സൈസ് വരുന്നത്. അതിന് ഫുള്ള് റിമ്മ് ഫുള്ളൊരു സിൽവറിൻ്റെ ലൈനിങ് വരും. അത് കൂടാതെ അത് ജസ്റ്റ് സ്റ്റിക്കർ വർക്ക് മാത്രമല്ല, അത് പഞ്ചർ ആവാതിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പാഷൻ പ്ലസിൻ്റെ ക്ലാസിക്കായിട്ട് വരുന്ന ആ സ്റ്റോറേജ് ബോക്സ് ഇപ്പോൾ 2024 മോഡലും കമ്പനി കൊടുത്തിട്ട് നമ്മുടെ വേണ്ടപ്പെട്ട ടൂൾസും അതുപോലെ തന്നെ വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സേഫായിട്ട് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഈ 2 സൈഡിലും വരും, ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും സ്റ്റോറേജ് ബോക്സ് കമ്പനി വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. അതിൽ കൂടാതെ ഒരു FIയുടെ ബാഡ്ജിങ്, ക്രോമിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 97 cc ആണ് വണ്ടിയുടെ എഞ്ചിൻ വരുന്നത്. 5.9 bhp പവർ വരുന്നതാണ്. 8 Nm ടോർക്ക് വരും. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും പവർ കുറവുള്ള വണ്ടി ഇതാണ്. ഏകദേശം 93 km/h ആണ് ഇതിൻ്റെ ടോപ്പ് സ്പീഡ് വരുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി തന്നെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 ലിറ്റർ ഫ്യൂൽ എപ്പോഴും വണ്ടിയിൽ കീപ്പ് ചെയ്യണം. രാവിലെ എടുക്കുമ്പോൾ ചെറിയൊരു മിസ്സിങ് ഉണ്ടാവും, അത് കാര്യമാക്കേണ്ട. അതിപ്പോൾ വരുന്ന എല്ലാ വണ്ടികൾക്കും ഉണ്ട്, അപ്പോൾ അത് വിഷയമാക്കേണ്ട, അതിന് ഒന്നായിട്ടുള്ളതാണ്. പിന്നെ 4 സ്പീഡ് ട്രാൻസ്മിഷനാണ്. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചർ വരുന്നുണ്ട് നമ്മുടെ സേഫ്റ്റിക്കായിട്ട്. സിംഗിൾ ഡയറക്ഷൻ ഫോൾഡ് ചെയ്യാവുന്ന ഫ്രണ്ടും ബാക്കും ഫുഡ് റെസ്റ്റ് കമ്പനി നമ്മുടെ വണ്ടിക്ക് നൽകിയിട്ടുണ്ട്. സസ്പെൻഷൻ ബാക്ക് മാറിയിട്ടുണ്ട്. ഡ്യുവൽ ട്യൂബ് ആയിട്ടുള്ള ഷോക്കപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്പ്രിംഗ് ലോഡറാണ്. അത് 5 പോയിൻ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. റിയർ ക്യാരിയർ വരുന്നുണ്ട്. i3 സ്റ്റാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി ബൈക്കിനും യൂസ് ചെയ്യുന്നുണ്ട്. i3 പ്രത്യേകത വെച്ചാൽ നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ഐഡിയലായിട്ട് വണ്ടി നിൽക്കുമ്പോൾ തനിയെ ഓഫായി പോകും. ക്ലച്ച് എൻഗേജ് ചെയ്ത് ക്ലച്ച് പിടിച്ച് ആക്സിലറേഷൻ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി തിരികെ സ്റ്റാർട്ടായി വരും. അപ്പോൾ നമുക്ക് വളരെയധികം മൈലേജ് സൂക്ഷിക്കാനും മൈലേജ് കുറയാനും അതുപോലെ തന്നെ എമിഷൻസ് കുറവായിരിക്കും. സീറ്റ് ആ ക്ലാസിക്കായിട്ടുള്ള സെയിം സീറ്റ് തന്നെയാണ് ഇപ്പോഴും വരുന്നത്. 2 പാസഞ്ചേഴ്സിന് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റിയുള്ള വീതിയും നീളവും ഇപ്പോഴും സീറ്റ് നൽകിയിട്ടുണ്ട്. സീറ്റിന് പ്രപ്പോർഷണലായിട്ട് തന്നെയാണ് ടാങ്കും വരുന്നത്. പിന്നെ ബാക്ക് റിയർ ടെയിൽ ലൈറ്റിനെ കുറിച്ച് പറയുമ്പോൾ LED ടൈപ്പാണ് എന്ന് തോന്നുമെങ്കിലും പക്ഷേ അത് ഹാലജൻ ബൾബാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആകെ 115 kg ആണ് വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി 11 ലിറ്ററാണ് വരുന്നത്. സീറ്റ് ഹൈറ്റ് 780 mm ആണ്. ഏറ്റവും കുറവ് സീറ്റ് ഹൈറ്റുള്ള വണ്ടിയാണ്. അതുകൊണ്ട് കുറവെന്ന് വിചാരിക്കുമ്പോൾ അതൊരു കുറവല്ല, ശരിക്കും പൊക്കം കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇരുന്ന് പെട്ടെന്ന് കാല് നിലത്തെത്തും. പിന്നെ മീറ്റർ അനലോഗും ഡിജിറ്റലും കൂടി മിക്സ് ആയിട്ടുള്ളതാണ്. അതിൽ ഒത്തിരി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. i3 നോട്ടിഫിക്കേഷൻ വരും, ന്യൂട്രൽ ലൈറ്റ്, ഇൻഡിക്കേറ്റർ, അങ്ങനെ സകല നോട്ടിഫിക്കേഷനും വരും. അത് കൂടാതെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിച്ചിട്ടുണ്ടെന്ന് വായിച്ചു നോക്കണം കേട്ടോ. പിന്നെ ഏറ്റവും റൈഡിങ് റിലാക്സ് ആയിട്ടിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വണ്ടികളിലൊന്നാണ് പാഷൻ പ്ലസ്. പിന്നെ വരുന്ന യൂണിക്കോണാണ്. അപ്പോൾ ഈ 2 വണ്ടികളാണ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാവുന്ന വണ്ടികൾ. ബാക്ക് സൈഡ് ടയർ ട്യൂബ്ലെസ് ആണ്. 150 mm ഡ്രം ബ്രേക്ക് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. 18 ഇഞ്ച് അലോയ് വീലാണ് ബാക്ക് സൈഡിൽ വന്നേക്കുന്നത്. ഫുൾ ഡീറ്റെയിൽസ് പറയുമ്പോൾ വീഡിയോ ലോങ് ആയി പോകുന്നുണ്ട്. ബാക്കി മൈലേജ് വണ്ടിയുടെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത പാർട്ടായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്